കേരള പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് ഫോഴ്സാണ് കേരളത്തിലേത്. ഈ കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്ന സി എമ്മിൻ്റെ ഓഫീസിൽ നിന്ന് കൃത്യമായിട്ടുള്ള നിർദ്ദേശം പോയിട്ടുണ്ടാവും. അണ്ടർ ഒബ്സർവേഷൻ തന്നെയാണ്. ചെമ്മീൻ ചാടിയ മുട്ടോളം പിന്നെയും ചാടിയ ചട്ടിയോളം എന്നാണ് പറയുന്നത്. അത്രയ്ക്കുള്ള അതിനൊക്കെ ഉള്ളൂ ഇവൻ്റ്. ഇതിനകത്ത് ഇതിൻ്റെ ഒരു ബ്രെയിൻ എന്ന് പറയുന്നത് അത് പല കാര്യങ്ങളും ഞാൻ വിമർശിച്ചിട്ടുണ്ടെങ്കിലും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി എന്ന് പറയുന്ന ആളെ അവന് ഉള്ള ഏറ്റവും വലിയ പണിഷ്മെന്റ് മൊബൈൽ ഫോൺ ഓഫാക്കിയിരിക്കുക എന്നുള്ളത് തന്നെ. രാജൻഭായ് നമസ്കാരം. നമസ്കാരം. രാജൻഭായ്, ഒരു പക്ഷേ കേരള പോലീസ് സെഷൻസ് കോടതിയുടെ വിധി വരുന്നതിന് മുമ്പായിട്ട് രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അയാളൊരു വീരപരിവേഷത്തോടുകൂടി വീണ്ടും ജനങ്ങളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകളുണ്ടായിരുന്നു. എങ്ങനെ നോക്കിക്കാണുന്നതിനെ? കേരള പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് ഫോഴ്സാണ് കേരളത്തിലേത്. കേരളത്തിന് പുറത്ത് പോയി കഴിഞ്ഞാൽ പോലീസുകാരോട് സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ എസ് ഐമാരോട് ചിലപ്പോൾ സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ കുടുങ്ങിപ്പോകും. ഇംഗ്ലീഷ് പറഞ്ഞാൽ അവർക്ക് പലർക്കും മനസ്സിലാവത്തില്ല. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചതാണ്, ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സമയത്ത് അവിടെ ചെല്ലുന്ന മാധ്യമപ്രവർത്തകർ സംസാരിക്കുമ്പോൾ അവർക്ക് ഹിന്ദി അല്ലാതെ വേറൊന്നും അറിയത്തില്ല എന്നുള്ള അവസ്ഥയാണ്. നമ്മുടെ ഇവിടെ സിവിൽ പോലീസ് ഓഫീസർമാരായിട്ട് ഈ കഠിനമായ ട്രെയിനിങ് കഴിഞ്ഞ് അങ്ങനെ വരുന്ന ആളുകൾ പലരും ബിടെക്കുകാരുണ്ട്, എംടെക്കുകാരുണ്ട്, ഇപ്പോൾ അല്ലാത്ത പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ഉണ്ട്, ബാക്കിയുള്ള കോഴ്സുകൾ MBA കഴിഞ്ഞവരുണ്ടൊക്കെ ഉണ്ട്. കാരണം ജീവിതത്തിൻ്റെ അവസ്ഥയിൽ അങ്ങനെ വരുന്നവരാണ്. അപ്പം അങ്ങനെ വരുന്ന വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള വളരെ സെൻസുള്ള കോമൺ സെൻസുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ഫോഴ്സാണ് കേരള പോലീസ് എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. അത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്ന സി എമ്മിൻ്റെ ഓഫീസിൽ നിന്ന് കൃത്യമായിട്ടുള്ള നിർദ്ദേശം പോയിട്ടുണ്ടാവും. അവനെ കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അവനെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാവുന്നതാണ്. അറസ്റ്റ് ചെയ്യുമ്പോൾ അവന് നാടകീയ രംഗങ്ങൾ സൃഷ്ടിക്കാം. ആ നാടകീയ രംഗങ്ങൾ വെക്കുമ്പോൾ അവന് പിന്നീട് അഥവാ ജാമ്യം കിട്ടിയാൽ വീരപരിവേഷം കിട്ടും. ആ വീരപരിവേഷം ഒന്നും കൊടുക്കാൻ നിൽക്കുന്നില്ല. പക്ഷേ അവൻ സ്വമേധയെ ഏതെങ്കിലും കോടതിയിൽ പോയിട്ട് കീഴടങ്ങാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അതിവർ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പരമാവധി കോടതികളിലെല്ലാം ജാഗ്രത പുലർത്തുന്നുണ്ട്. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർ ഒബ്സർവേഷൻ തന്നെയാണ്. ഈ ചെമ്മീൻ ചാടിയ മുട്ടോളം പിന്നെയും ചാടിയ ചട്ടിയോളം എന്നാണ് പറയുന്നത്. അത്രയ്ക്കുള്ള അതിനൊക്കെ ഉള്ളൂ ഇവൻ അങ്ങ് ഉണ്ടാക്കി കെട്ടിപ്പൊക്കി വെച്ച ഒരു ഇമേജ് മാത്രമല്ലേ ഉള്ളൂ. ഇപ്പം ലൈനായിട്ട് ഇങ്ങനെ നിൽക്കുക. കോൺഗ്രസിനകത്ത് തന്നെയുള്ള വനിതകൾ വന്നിട്ട് ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് ഒരു കാർഡ് കണ്ടതാണ്. കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തെ തേടി തോട്ടങ്ങളിലേക്ക് അന്വേഷണം നീട്ടിയെന്ന് ആ ഒരു ഗതികേടെന്ന് ആലോചിച്ചു വെല്ലുവിളിച്ചുകൊണ്ടിരുന്ന എടാ വിജയ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറയട്ടെ, അതല്ല ഇന്നലെ ആഭ്യന്തര വാഴ, അതല്ല ഇന്നലെ ഷമാ മുഹമ്മദ് പറഞ്ഞത്. നട്ടലുണ്ടെങ്കിൽ നട്ടലെന്ന വാക്കിനോട് എനിക്ക് ഉപയോഗിപ്പുണ്ട്. അത് അവർക്ക് പക്ഷേ നമ്മുടെ ഒരു കൊളോക്കിയൽ ലാംഗ്വേജാണ്, ആ രീതിയിൽ ഉപയോഗിക്കുന്നു. ഞാൻ അതുകൊണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞു 5 ലക്ഷം രൂപ മാസം ശമ്പളം തരികയാണെങ്കിൽ ഞാൻ അവൻ്റെ അഡ്വൈസറായിട്ട് അവൻ്റെ സ്റ്റാഫായിട്ട് ഞാൻ നിന്നിരുന്നെങ്കിൽ അവന് ഈ ഗതികേടൊന്നും ഉണ്ടാവത്തില്ലായിരുന്നു. കാരണം അവനെ അവിടെ തന്നെ MLA ഓഫീസിൽ പാതിരാത്രി വരെ തുറന്നിരുന്ന MLA ഓഫീസ് പുറത്തിറങ്ങുമ്പോൾ അറസ്റ്റ് ചെയ്യാൻ പോലും അവസരം കൊടുക്കരുത്. ഇത് അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ട്രിക്ക് ഇവന് പോയില്ല. ഈ കുരുട്ടുബുദ്ധിയുള്ളവന് കോമൺ സെൻസ് കുറയും. അവനെല്ലാം കുരുട്ട് പഠിക്കാതിരിക്കുള്ളൂ. അവൻ്റെ സ്ഥാനത്ത് ഞാനാണ് പാലക്കാട് MLA എന്നുണ്ടെങ്കിൽ, ഞാൻ ഇത്രയും വലിയ ക്രൈം ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ MLA ഓഫീസിലിരിക്കും. ഞാൻ എൻ്റെ ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, എല്ലാ സ്ഥലത്തുനിന്നും എല്ലാ പഞ്ചായത്തു നിന്നും ഓരോ ആവലാതിയും പരാതിയായിട്ടുള്ള ആൾക്കാരെ MLAക്ക് മൂത്രമൊഴിക്കാൻ പോലും പോകാൻ നേരമില്ലാത്ത പോലെ ബിസിയായിട്ട് ഇങ്ങനെ ഇരിക്കും. പോലീസുകാർ ഇങ്ങനെ കാത്തിരിക്കും. ഒരു കഴിയുമ്പോൾ 12 മണിയെങ്കിലും കഴിയുമ്പോൾ ഇവർ വന്നിട്ട് അറസ്റ്റ് ചെയ്യുമല്ലോ. MLA ഓഫീസിൽ രാത്രി വരെ വർക്കിലിരുന്ന MLA അറസ്റ്റ് ചെയ്തുകൊണ്ട് കോടതിക്ക് മുമ്പിലും പറയാൻ ന്യായമുണ്ടാവും. ന്യായത്തിൻ്റെ അല്ല, അത് കിട്ടുന്ന ഒരു സാധനമുണ്ട്, അത് പോസിറ്റീവ് സംഭവമുണ്ട്. അതിനുള്ള ബുദ്ധിമന വന്നില്ല. ഇവനെ ഒളിച്ചോടി ആകെ മുങ്ങി അത്രയും നേരം വലിയ വീരവാദം പറഞ്ഞുകൊണ്ടിരുന്നവൻ ഒളിച്ചോടി തലേ മുണ്ടുകൂടിയിട്ട് എവിടെയിട്ട് പറഞ്ഞൊക്കെ ഇട്ടിട്ട് നടക്കുന്നതെന്നാണ് പറഞ്ഞത്. ഷാജിപ്പാപ്പൻ്റെ ചെമ്പൻ ജോസിൻ്റെ അവസ്ഥയായി. അപ്പോൾ എന്തായിരുന്നാലും ഞാൻ പറഞ്ഞുതരാം, ഇതിനകത്ത് ഇതിൻ്റെ ഒരു ബ്രെയിൻ എന്ന് പറയുന്നത് അത് പല കാര്യങ്ങളും ഞാൻ വിമർശിച്ചിട്ടുണ്ടെങ്കിലും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി എന്ന് പറയുന്ന ആളെ, പിണറായി വിജയൻ ഒരാളെ ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്യണമെങ്കിൽ ഒന്നും കാണാതെ പ്ലേസ് ചെയ്യത്തില്ല. ജോൺ ബ്രിട്ടാസിനെ ലോക്സഭയിലേക്ക് അയക്കുന്നു, പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ക്ഷണിതാവാക്കുന്നു. പിണറായി വിജയൻ്റെ ബ്രെയിനാണ്. ലോക്സഭയിലേക്ക് അയച്ചപ്പം CPM എന്ന് പറയുന്ന ആകെ ലോക്സഭയിൽ തമിഴ്നാട്ടിൽ നിന്നാണുള്ളത്. കേരളത്തിൽ നിന്ന് ഒരേ ഒരു MP മാത്രം, കേരളാകൃഷ്ണൻ മാത്രമുള്ള ഒരു പാർട്ടിയുടെ ശബ്ദം പ്രധാനമന്ത്രി വരെ ശ്രദ്ധിക്കുകയാണ്. കേന്ദ്ര ക്യാബിനറ്റിലുള്ളവർ റെഫർ ചെയ്യുകയാണ്. അങ്ങനെ റെഫർ ചെയ്യുന്ന അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ കുറച്ച് പേരുതാണ്. മഹുവ മൈത്ര, ജോൺ ബ്രിട്ടാസ്, അസൂദ്ദീൻ ഒവൈസി, കപിൽ സിബൽ, നരേന്ദ്രമോദി. അതായത് നരേന്ദ്രമോദിയുടേതോ നിർമ്മലാ സീതാരാമൻ്റെയോ പ്രസംഗം കേൾക്കുന്ന രീതി, അമിത്ഷായുടെ പോലും അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല. ആ രീതിയിൽ ഞാൻ പറഞ്ഞു വന്നത് ജോൺ ബ്രിട്ടാസ് പിണറായിയുടെ കണ്ടെത്തലാണ്. അത് കൃത്യമായിട്ട്, കാരണം എന്ന് വെച്ചാൽ നാഷണൽ ലെവലിൽ CPM എന്ന് പറഞ്ഞ പാർട്ടി അറിയാത്തവർ പോലും ജോൺ ബ്രിട്ടാസിനെ അറിഞ്ഞു തുടങ്ങി. ജോൺ ബ്രിട്ടാസിലൂടെ CPM അറിയപ്പെടുന്ന, ഇപ്പോൾ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആരാണെന്ന് ചോദിച്ചാൽ അറിയത്തില്ല ജനങ്ങൾക്ക്. പക്ഷേ ജോൺ ബ്രിട്ടാസിൻ്റെ പ്രസംഗം ഇംഗ്ലീഷ് അറിയുന്ന ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്, ഹിന്ദി അറിയുന്ന ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. പൊളിറ്റിക്കൽ സെക്രട്ടറിയായിട്ട് പി ശശി നിർത്തുന്നു. നടൻ കൃഷ്ണകുമാർ BJP കാരനാണ്, ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വട്ടിയൂർക്കാവിൽ ഇത്തവണ സ്ഥാനാർത്ഥിയാവാൻ പോകുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ മകളുടെ സ്ഥാപനത്തിലെ വിഷയമായിട്ട് ബന്ധപ്പെട്ട്
ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിച്ചു എന്നാണ് ഈ കള്ളിമാർ പരാതി കൊടുത്തത്. വേണമെങ്കിൽ കൃഷ്ണകുമാറിനെ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം പൂട്ടി അകത്തിടാം, രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാം, നിങ്ങളുടെ ഭാഗത്ത് നീതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നീതി കിട്ടും എന്നാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി പറഞ്ഞതെന്ന് പറഞ്ഞത്. ഇതിനകത്ത് പി ശശിയുടെ ബ്രെയിൻ നന്നായിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ അജിത് ഡോവൽ ഇപ്പോൾ 80 വയസ്സുള്ള IPS ഉദ്യോഗസ്ഥനാണ്, 68 ബാച്ച് IPS ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ഉത്തരാഖണ്ഡുകാരനാണ്. അദ്ദേഹം കേരള കേഡറിലെ IPS ഉദ്യോഗസ്ഥനായിരുന്നു. 71-ലെ കരുണാകര മന്ത്രിസഭയുടെ സമയത്തെ തലശ്ശേരി കലാപം അടിച്ചൊതുക്കുന്നതിൽ ഇദ്ദേഹത്തിന് വലിയ പങ്കുണ്ട്. പിന്നീട് ഇദ്ദേഹം കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞിട്ട് 33 വർഷത്തോളം IB-യിലാണ് വർക്ക് ചെയ്യുന്നത്. അത് മാത്രമല്ല IB-യുടെ ഓപ്പറേഷൻ ഹെഡായിരുന്നു അദ്ദേഹം പിന്നെ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഒക്കെ പോയിട്ട് നമ്മളിവിടെ ബംഗാളികൾ വരുന്ന പോലെ പല വേഷം കെട്ടി കൂലിപ്പണി ചെയ്തും പിന്നെ ഹോട്ടലിൽ മേശ ഉടയ്ക്കാനും ഒക്കെയുള്ള പണിയൊക്കെ ചെയ്തിട്ടാണ് ഇൻ്റലിജൻസ് വർക്ക് നടത്തിയത്. അദ്ദേഹത്തെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാക്കി എന്ന് പറഞ്ഞതാണ് നരേന്ദ്രമോദിയുടെ സെലക്ഷനാണത്. അവിടെയാണ് ബ്രെയിൻ വർക്ക് ചെയ്യുന്നത്. അതിന് പറ്റിയ ഒരാൾ, ആപ്റ്റായിട്ടുള്ള ആളോ. ഓപ്പറേഷൻ സിന്ദൂർ എന്ത് ഭംഗിയായിട്ട് നടത്തി, ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളെയും കൺവിൻസ് ചെയ്തു. ഈ സേനകളുടെ ലീഡ് ചെയ്യുന്ന അവരുടെ എല്ലാ കാര്യങ്ങൾക്കകത്തും അന്തിമ തീർപ്പ് കൽപ്പിക്കാനുള്ള ഒരു പെർമിഷൻ ഇദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്, പൂർണ്ണമായ സ്വാതന്ത്ര്യം. പി ശശിക്ക് സമാനമായ സ്വാതന്ത്ര്യമാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നരസിംഹറാവു മൻമോഹൻ സിംഗിനെ ധനകാര്യ വകുപ്പ് മന്ത്രിയാക്കിയതുപോലെ. കാരണം അത് റിഫോർമേഷൻ്റെ ഭാഗമായിരുന്നു. നമ്മളിപ്പോൾ ഗ്ലോബലൈസേഷൻ, അത് അതിനകത്തുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ബാക്കിയുള്ള ഐഡിയോളജിക്കലായിട്ടുള്ള വിഷയങ്ങളും സോഷ്യലിസ്റ്റ് പിന്നെ കോൺസെപ്റ്റും ഒക്കെ വേറെ മാറ്റിവെച്ചേക്ക്. എന്തായിരുന്നാലും ഇപ്പോഴത്തെ ഇന്ത്യ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തുടക്കമിട്ടത് പിന്നെ മൻമോഹൻ സിംഗ്, അത് നരസിംഹറാവുവിൻ്റെ കണ്ടെത്തലാണ്. പി ശശി ഇപ്പോൾ ഇവർ പറയുന്നുണ്ടല്ലോ, വരിയായിട്ട് നിന്നിട്ട് സ്ത്രീകൾ പിന്നെ കേസ് കൊടുക്കുന്ന 2 പേര്, ബാക്കിയുള്ളവർ ഓരോരുത്തരും മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് പറയുക പി ശശിക്കെതിരെ നടന്നത്ര എന്നാ പിന്നെ വേട്ട വേറെ നടന്നിട്ടുണ്ടോ? ആർക്കെങ്കിലും പരാതി കൊടുത്തോ? ഇന്ന് വരെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വെറുതെ അങ്ങ് ഊഹാപോഹം കെട്ടിപ്പൊക്കിട്ട് വാർത്തകൾ മാത്രമേ, മാധ്യമങ്ങളെ വാർത്തകൾ മാത്രമേ ഉള്ളൂ. ആ മനുഷ്യന്റെ മര്യാദ കൊണ്ട് നിശ്ചയിച്ചിട്ട് മലയാള മനോരമയുടെ വാർത്തയായിരുന്നു. പിന്നെ സംഘടനാപരമായിട്ട് എന്തെങ്കിലും തെറ്റ് അദ്ദേഹത്തിന് ചെയ്തതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, അത് പാർട്ടിക്കകത്ത് എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അത് സംഘടനാപരമായി നടപടിയെടുത്ത് പിന്നെ സ്റ്റേറ്റ് കമ്മിറ്റി കിടന്ന ആളെ ബ്രാഞ്ചിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാ മനുഷ്യനും, നമ്മളിപ്പോൾ ഒരാൾ കൊലപാതക കുറ്റം ചെയ്താലും ജീവപര്യന്തം തടവിനാണ് ശിക്ഷിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അയാൾ പുറത്ത് ഇറങ്ങിയിട്ട് പലരും എന്തെല്ലാം സോഷ്യൽ ആക്ടിവിറ്റീസിൽ ഒക്കെ വളരെ സജീവമായിട്ട് വരുന്നവരുണ്ട്, ചാരിറ്റി വർക്കിലേക്ക് ഇറങ്ങുന്നവരുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ ഇയാളുടെ കാലിബർ കണ്ടിട്ടാണ് AK-നായനാരെ പോലെ ഒരാൾ എന്താ പൊട്ടനാണോ ഇങ്ങനെ പിടിച്ചിട്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കാൻ, അതും ചെറിയ പ്രായത്തിൽ ആ വകുപ്പ് നന്നായിട്ട് കൊണ്ടു നടക്കുന്നുണ്ടെന്നുള്ളതാണ്. ഒരു ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് ഒരു ലോഡ് ഒഴിവായി കിട്ടുക. കാരണം ആഭ്യന്തര വകുപ്പ് കൃത്യമായിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഏകോപനവും നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഈ സർക്കാരിന് ഒരു ചീത്തപ്പേരുണ്ടാവാത്ത രീതിയിൽ ആ വകുപ്പുകൾ മുഖ്യമന്ത്രിയുടെ പിന്നെ അതേപോലെ മൊത്തത്തിലുള്ള ഏകോപനവും അത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ബോധ്യമുള്ളതുകൊണ്ടാണ് പി ശശിയെ പണിയേൽപ്പിച്ചത്. അതുകൊണ്ടേ പറഞ്ഞത് കേരള പോലീസിനെ ഇങ്ങനെ കൃത്യമായി കൊണ്ടുപോവുകയും മാന്യന്മാരായി പിന്നെ അഴിമതിയില്ലാതെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് പിന്നെ ഒന്നും നോക്കാതെ സപ്പോർട്ട് ചെയ്യുകയും മുമ്പിലെത്തുന്ന വിഷയങ്ങളിൽ ഫയലുകൾക്കകത്ത് അവരുടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിനകത്തൊരു കാര്യം. അപ്പം ഇവർക്ക് പിടിക്കാൻ പറ്റാഞ്ഞിട്ടല്ല, ഇപ്പം ഇവരെ ചുളുവിൽ അങ്ങനെ വീരനാവണ്ട എന്ന് കരുതിയിട്ട് നടക്കട്ടെ, നടന്ന് കുറച്ച് നേരം ഇങ്ങനെ അലയട്ടെ. കാരണം ഇതൊരു വലിയ പണിഷ്മെന്റാ. ഇവന് ചാറ്റ് ചെയ്യാൻ പറ്റത്തില്ലോ. ആലോചിച്ച് നോക്ക്, അവൻ്റെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറഞ്ഞാൽ ചാറ്റ് ചെയ്യാൻ പറ്റാതിരിക്കല. കാരണം ലോകത്ത് ഏതിനകത്തൂടെയൊക്കെ ചാറ്റ് ചെയ്യാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ച ആളാണ് ഇവൻ എങ്ങനെ ചാറ്റ് ചെയ്യുന്നുള്ളത് എനിക്ക് അറിയത്തില്ല. ഇവൻ വേണമെങ്കിൽ സ്വന്തമായിട്ടൊരു ഉപഗ്രഹം നാസയുമായിട്ട് ബന്ധപ്പെട്ട് ആകാശത്തോട്ട് പിന്നെ ബഹിരാകാശത്ത് വിട്ടിട്ട് നേരിട്ട് നെറ്റ്വർക്ക് സംവിധാനം ഉണ്ടാക്കാൻ വേണമെങ്കിൽ ആലോചിക്കും. കാരണം ചാറ്റിംഗ് ഇല്ലാതെ ചീറ്റിംഗ് ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു വിചിത്ര ജീവിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ചാറ്റിങ്ങും ചീറ്റിങ്ങുമാണ് ഇഷ്ടപ്പെട്ട ഹോബി. അവന് ഉള്ള ഏറ്റവും വലിയ പണിഷ്മെൻറ്റ് മൊബൈൽ ഫോൺ ഓഫാക്കിയിരിക്കുക എന്നുള്ളത് തന്നെ. വേറെ ആരെങ്കിലും ഫോണും കൂടെ ഉള്ളവർ പോലും ഉപയോഗിക്കാൻ ഇപ്പോൾ അവർക്കും പേടി വരും, കൈവിട്ട് പോവുക. അതേസമയം ഉമ്മൻചാണ്ടിക്ക് പറ്റിയൊരു അബദ്ധം ഇത് തന്നെയാണ്. ഇപ്പോൾ പിണറായി വിജയൻ പി ശശിയെ ആക്കിയത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ചോയ്സ് ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഏറ്റവും മികച്ച സെലക്ഷനാണ്. ഉമ്മൻചാണ്ടിക്ക് പറ്റിയൊരു കുഴപ്പം, ഉമ്മൻചാണ്ടിയുടെ പ്രസ് സെക്രട്ടറി ആക്കിയത് നിന്ന് മറ്റേ ഇയാളെയാ ചാക്കോയെ. ആ ചാക്കോ ഇപ്പോൾ കൊണ്ട് വായി തോന്നുന്ന എല്ലാം എഴുതിയിട്ടൊരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇയാൾ ഭൂലോക ഊളയായിരുന്നു എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി. കാരണം ഉമ്മൻചാണ്ടി ആൾക്കാരെ വിശ്വസിക്കുന്ന ആളായിരുന്നു. ഉമ്മൻചാണ്ടി വിശ്വസിച്ചിട്ടും PT തോമസും ഉമ്മൻചാണ്ടിയും വിശ്വസിച്ച് കൊണ്ടുവന്നവനാണല്ലോ ഷാഫി പറമ്പിൽ. PT തോമസ് ആണ് ഉമ്മൻചാണ്ടിയോട് പറയുന്നത് ആ പയ്യൻ കുഴപ്പമില്ല, നമുക്ക് അവനെ പ്രസിഡന്റ് ആക്കിയാലോ എന്നുള്ളത് സജസ്റ്റ് ചെയ്യുന്നത്. ഉമ്മൻചാണ്ടി അക്സെപ്റ്റ് ചെയ്യുന്നു. A ഗ്രൂപ്പിൻ്റെ ആളായിട്ട് ഇവനെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കുന്നു. അപ്പുറത്ത് റിജിൽ മുഖക്കുറ്റി I ഗ്രൂപ്പിൻ്റെ ആളായിട്ട് കണ്ണൂരിൽ നിന്ന് സ്ഥാനാർത്ഥിയാവുന്നു. ഇവൻ ജയിക്കുന്നു. അങ്ങനെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ മുൻകൈ എടുത്ത PT തോമസിൻ്റെ ഭാര്യയാണ് തള്ള അവിടെ കിടന്ന് എത്താൻ മതിയായിരുന്നു ഇവന്മാരുടെ ഫാൻസ് ഇന്ന് സൈബർ അറ്റാക്ക് നടത്തിയത്. ഇവനെ വളർത്തിക്കൊണ്ടുവരുന്ന അതിന് ഫൈനൽ അപ്രൂവൽ കൊടുത്ത ഉമ്മൻചാണ്ടിയുടെ മകനെതിരെയാണ് ഇവൻ പാര പണിതുകൊണ്ട് കിടക്കുന്നത്, സൈബർ അറ്റാക്ക് നടത്തുന്നത്.
അത് ആലോചിച്ച് നോക്കണം ഇവരൊക്കെ ഒരു അവസ്ഥ. അതേസമയം തന്നെ ഉമ്മൻചാണ്ടി ഈ ചാക്കോയ്ക്ക് പകരം ഈ സണ്ണിക്കുട്ടി അബ്രഹാം എന്ന് പറയുന്ന ചാനൽ ചർച്ചയിലൊക്കെ പങ്കെടുക്കുന്നില്ലേ, ആ പുള്ളിയെ പിടിച്ചിട്ട് പ്രസ് സെക്രട്ടറി ആക്കിയാൽ മതിയായിരുന്നു. അപ്പോൾ ഇവരെ സെലക്ഷനകത്ത് പറ്റുന്ന പിഴവുകളാണ്. അപ്പോൾ ഇവിടെ സെലക്ഷൻ വളരെ കൃത്യമായിരുന്നു. അപ്പോൾ ആദ്യത്തെ കേരള മന്ത്രിസഭയിൽ തന്നെ ആലോചിച്ച് നോക്കിയേ, ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ നിയമകാര്യ വകുപ്പ് മന്ത്രി, ജോസഫ് മുണ്ടശ്ശേരി പ്രൊഫസർ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, ഡോക്ടർ AR മേനോൻ ആരോഗ്യ വകുപ്പ് മന്ത്രി, പിന്നെ ബാക്കി TB തോമസ്, KR ഗൗരിയമ്മ, ബാക്കിയുള്ളവരെല്ലാം ഉണ്ട്. കേരളം കണ്ട എക്കാലത്ത് ഏറ്റവും മികച്ച മിനിസ്ട്രി ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് ക്യാബിനറ്റ് തന്നെയാണ്. ആപ്റ്റായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരിക എന്നുള്ളത് എന്ന് കരുതിയിട്ട് ഞാൻ പറഞ്ഞത് തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ട് ഏറ്റവും മികച്ച ഡ്രൈവറെ കൊണ്ടുവന്നിടണമെന്നോ അല്ലെങ്കിൽ എക്സൈസ് വകുപ്പ് മന്ത്രിയായിട്ട് അബ്കാരി കോൺട്രാക്ടറെ കൊണ്ടുവന്നിടണമെന്നോ അല്ല ഞാൻ പറഞ്ഞതിൻ്റെ സെൻസ്. ഞാൻ പറഞ്ഞത് അതാത് മേഖലകൾക്കകത്ത് കോമൺ സെൻസ് ഉള്ള വിഭാവന ശേഷിയുള്ള എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളെ കൊണ്ടുവരുന്നതിൽ തെറ്റില്ല എന്നുള്ള അഭിപ്രായം മാത്രമാണ് ഞാൻ മുന്നോട്ട് വെച്ചത്. ഇപ്പം അതേപോലെ തന്നെ ഇപ്പം ഉമ്മൻചാണ്ടിയുടെ വിഷയത്തിൽ, ഉമ്മൻചാണ്ടിയുടെ ചികിത്സാ വിഷയം ഞാനാണല്ലോ കേരളത്തിൽ അത് ബ്രേക്ക് ചെയ്തത് ഞാനാണ് 2022 സെപ്റ്റംബർ മാസത്തിൽ. നമ്മളിത് ബ്രേക്ക് ചെയ്തു, നമ്മൾ എൻ്റെ സ്വന്തം ചാനലിനകത്ത് ബ്രേക്ക് ചെയ്ത് നമ്മൾ കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റപ്പോൾ വിളി ആകെ KM ഷാജഹാൻ സഖാവാണ് എന്നെ ആകെ പേടിപ്പിച്ച് കളഞ്ഞത്. പുള്ളി പറഞ്ഞു കേരളം കത്താൻ പോവുകയെന്നാണ്. അമ്മക്ക് ഞാൻ പുള്ളി പറയുന്നതെല്ലാം അങ്ങ് വിശ്വസിക്കുന്നില്ല. കേരളം കത്താൻ പോവുകയാണ്, നിങ്ങൾ എന്നിട്ട് കള്ളും കുടിച്ച് കിടന്നുറങ്ങുക എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ നോക്കുമ്പോൾ ഫോണിനകത്ത് 100 കണക്കിന് മിസ് കോൾ. അപ്പോൾ ഷാൻസ്കരെ വിളിച്ചിട്ടുണ്ട്, ബാക്കിയുള്ളവർ വിളിച്ചിട്ടുണ്ട്, മീഡിയയിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്, ഒക്കെ ഉണ്ട്, ബൈറ്റുകൾ ചോദിച്ച് വിളിച്ചിട്ടുണ്ട്. ഞാൻ അപ്പം എന്നോട് പറഞ്ഞു നിങ്ങൾ പുറത്തുനിന്ന് ഇറങ്ങി നടക്കരുത്. ഷാജഹാൻ പറഞ്ഞു കോൺഗ്രസ്സുകാർ കണ്ടാൽ നിങ്ങളെ തീ വെച്ച് കൊന്നുകളയുമെന്ന് പറഞ്ഞു. പുതുപ്പള്ളിയിൽ ജനം കൂടിയിരിക്കുന്നതാണ്. ഞാൻ ഉടനെ പെങ്ങളോടും പറയാൻ വയ്യ, പെങ്ങളോടെ താമസിക്കുന്നത്. നമ്മളിരുന്ന് TV വെച്ചൊക്കെ നോക്കുമ്പോൾ മുഖ്യമന്ത്രി ആലുവ പാലസിലേക്ക് എത്തുന്നു, പിന്നെ ഉമ്മൻചാണ്ടിയെ സന്ദർശിക്കുന്നു. ഉമ്മൻചാണ്ടി സംഭവം വിവാദമായി. പക്ഷേ ഇയാൾ പറയുന്ന പോലെ തീ വെക്കാനും തോന്നുന്നില്ല. വലിയ ആൾക്കാരൊക്കെ വന്ന് ബൈറ്റെടുത്ത് പോയി. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഉമ്മൻചാണ്ടിയുടെ ചികിത്സാ വിഷയം അറിഞ്ഞ ഉടനെ മുഖ്യമന്ത്രി നേരെ തിരുവനന്തപുരത്ത് നിന്ന് ആലുവ പാലസിൽ വന്നിട്ട് ഉമ്മൻചാണ്ടിയെ കണ്ടിട്ട് എന്താണ് ഇനി ചെയ്യേണ്ടത്, മുന്നോട്ടുള്ള ചികിത്സയുടെ കാര്യങ്ങൾ എങ്ങനെയാണ്, അത് നന്ദിപൂർവ്വം അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ചാണ്ടി ഉമ്മൻ സ്മരിച്ചിട്ടുണ്ട്. അത് പോസിറ്റീവാണ്. എന്നാൽ പിണറായി വിജയനെ ഏറ്റവും രൂക്ഷമായിട്ട് ചാണ്ടി ഉമ്മൻ വിമർശിക്കാറുണ്ട്, അടുത്ത മുന്നേ വിമർശിക്കാറുണ്ട്. അതൊരു പൊളിറ്റിക്സാണ്. MK മുനീറിനെ ഈ അടുത്ത കാലത്ത് മുഖ്യമന്ത്രി നേരിട്ട് സന്ദർശിക്കുകയും ഫോണിൽ ബന്ധപ്പെട്ട് ആരോഗ്യകാര്യം തിരക്കുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ മുഖ്യമന്ത്രിക്ക് അല്ല അങ്ങനെയൊക്കെ പോകേണ്ടത്. സിബി നായനാരും കരുണാകരനും തമ്മിലുള്ളൊരു ആത്മബന്ധം ഉണ്ടായിരുന്നില്ലേ? രമേശ് ചെന്നിത്തലയും കോടിയേരി ബാലകൃഷ്ണനും തമ്മിലുള്ള നല്ല ബന്ധം ഉണ്ടായിരുന്നില്ലേ? ഇപ്പോൾ അടുത്ത് സുധാകരൻ പറഞ്ഞ വൃത്തികളെന്തോ ആലോചിച്ച് വയ്ക്കേ. രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തതുപോലെ തൻ്റെ സ്വന്തം സഹപ്രവർത്തകൻ്റെ മുമ്പിൽ ആഡംബര കാറ് കൊണ്ടുപോയിട്ട് വട്ടം കറക്കി നിർത്തിയിട്ട് നിലത്തോട്ട് കാർക്കിച്ച് ഉപ്പിട്ട് പോവുകയാണോ ചെയ്യുന്നതാണോ രാഷ്ട്രീയം? അല്ലെങ്കിൽ പിന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് സരിനെ കണ്ടപ്പം കൈ കൊടുക്കാതെ പോകുന്നതാണോ രാഷ്ട്രീയം? നിലമ്പൂർ പാരിയാടന സ്വരാജ്യം കാണിച്ച പോലെ കെട്ടിപ്പിടിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പ്രകടനപരത വേണ്ട, പക്ഷേ മാന്യം നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ. ഇപ്പം ഞാൻ പറയട്ടെ, ഇത്രയും രൂക്ഷമായി ഈ വിഷയങ്ങൾക്ക് തുടക്കമിട്ട ഞാൻ പോലും നാളെ ഷാഫിയും രാഹുലിനെ മറ്റൊരു സ്ഥലത്ത് വെച്ച് നമ്മൾ കാണുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ചിരിക്കുകയെങ്കിലും ചെയ്യത്തില്ലേ? തീർച്ചയായും അവർ തിരിച്ച് ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൈ കൊടുക്കത്തില്ലേ? അത് എന്നും കണ്ട് നമ്മൾ അവരുടെ കൂടെയാണെന്നാണ് അർത്ഥം. അല്ല, ഇതൊക്കെ ഒരു മനുഷ്യന്മാരുടെ സാമാന്യ മര്യാദയല്ലേ? അപ്പോൾ ആ രീതിയിലേക്കൊക്കെ വൃത്തികൾ പറയുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. അപ്പോൾ നരേന്ദ്രമോദി വരുമ്പം മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ പ്രോട്ടോകോൾ പ്രകാരം ഇങ്ങനെ സ്വീകരിക്കാൻ പോകുമ്പം ഇയാൾ സംഖ്യയാണെന്ന് പറയും. ഇതൊക്കെ ഒരു വൃത്തികെട്ട രീതിയാണ്. അപ്പം ഞാൻ പറഞ്ഞത് വളരെ മിടുക്കരായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ്. ആ രീതിയിൽ ഇവരുടെ നിരീക്ഷണത്തിൽ തന്നെയാണ് അവൻ കോടതിയിൽ കീഴടങ്ങാനുള്ള ശ്രമം നടത്തുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് മഫ്തിയിലുള്ള പോലീസ് അവിടെ നിന്ന് പിടിക്കും. സ്വമേധയാ കീഴടങ്ങാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അതായത് അതിമിടുക്കനാവാൻ നോക്കിക്കഴിഞ്ഞാൽ പിടിക്കും. ഇല്ലെങ്കിൽ കോടതി ജാമ്യാപേക്ഷ തള്ളിക്കഴിഞ്ഞതിന് ശേഷം നേരെ പിടിച്ച് ശരിയാക്കി അങ്ങ് വിടും. അത്രയേ ഉള്ളൂ.